ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചെല്ലാമാണ് നോക്കുന്നത്. ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർ ഷോർട്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് എല്ലാം ആഡ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഈ ടെക്സ്റ്റ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള കുറച്ച് അധികമായ കുറേ ഡിസൈനുകളെല്ലാം ഇത്തരത്തിൽ ഈ ടെക്സ്റ്റിലെല്ലാം വന്നിരിക്കുന്നത് കാണാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ വളരെയധികം നല്ല രീതിയിലുള്ള ഫോൺസ് ഡിസൈൻസ് എല്ലാം തന്നെ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ എല്ലാം അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ പ്ലേലിസ്റ്റിലെല്ലാം വന്നിരിക്കുന്നതാണ്. പ്ലേലിസ്റ്റ് നമുക്ക് കണ്ടന്റ് എന്നതിൽ പോകുമ്പോൾ നമുക്ക് പ്ലേലിസ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് എല്ലാം താഴേക്ക് കാണാൻ സാധിക്കും. ചില ചാനലുകളെല്ലാം തന്നെ ഒരുപാട് പ്ലേലിസ്റ്റുകളെല്ലാം അവരുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു പ്ലേലിസ്റ്റിൽ നമുക്കിപ്പോൾ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ എല്ലാമാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഫിൽറ്റർ യൂസ് ചെയ്ത് നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ വളരെ പെട്ടെന്ന് തന്നെ ഏത് പ്ലേലിസ്റ്റിലേക്കാണ് പോകേണ്ടത് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പ്ലേലിസ്റ്റ് എല്ലാം ചാനലിൽ യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്ട്രൈക്ക് എല്ലാം വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ മോണിറ്റൈസേഷൻ ലഭിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോണിറ്റൈസേഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് പറയുന്നത് സബ്സ്ക്രൈബർ ത്രഷോൾഡ് എല്ലാമാണ്. നമുക്കൊരു മിനിമം സബ്സ്ക്രൈബർ ബേസ് എല്ലാം വേണം, 1000 സബ്സ്ക്രൈബേഴ്സ്. അതുപോലെ ഇനി വാച്ച് ടൈം എന്നത് ഇത് നിങ്ങൾ ലോങ് വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ 4000 അവർ വാച്ച് അവർ എല്ലാം വേണം. അപ്പോൾ ഇത്തരത്തിൽ 4000 മണിക്കൂർ ഇതും തികയുകയാണെങ്കിൽ ഇനി നിങ്ങൾ ഷോർട്സ് വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് എല്ലാം തന്നെ 90 ദിവസത്തിൽ തികഞ്ഞാലാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാമാണ് നമ്മൾ മോണിറ്റൈസേഷൻ എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായി നമ്മുടെ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ആക്റ്റീവായ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ ഇത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു കാര്യം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ പോളിസി അതുപോലെ ഗൈഡ് ലൈൻ എല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതായത് ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം ആയിരിക്കണം നമ്മൾ ചെയ്തിരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് ഈ മോണിറ്റൈസേഷൻ എല്ലാം നമ്മുടെ ചാനലിന് ലഭിക്കുക. ഇനി അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമെന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്നതെല്ലാമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലെല്ലാം തുടങ്ങുമ്പോൾ നിങ്ങൾ ഏതൊരു ലൊക്കേഷനിലുള്ളവരാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നെല്ലാം ആണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് മോണിറ്റൈസേഷൻ എല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില ലൊക്കേഷൻ ഇത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ലൊക്കേഷൻ എല്ലാം ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഒന്നും ലഭിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ സ്ട്രൈക്ക് എല്ലാം നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രൈക്ക് എല്ലാം എക്സ്പയർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനെല്ലാം സാധിക്കുക. അതായത് 90 ഡേയ്സ് ഇത്തരത്തിൽ ഈ ഒരു എക്സ്പയർ ഡേറ്റ് എല്ലാം ആയതിനു ശേഷം നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ എല്ലാം ചെയ്യാൻ സാധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്